നമസ്കാരം. സാഹിത്യ അക്കാദമി വിവാദം മറ്റൊരു തലത്തിലേക്ക് കടന്ന വാർത്താ ദിനമാണിന്ന്. അക്കാദമിക്കെതിരെ ശ്രീകുമാരൻ തമ്പി ഉന്നയിച്ച കേരള ഗാന വിവാദമാണ് ഇന്ന് സംഭവിച്ച വാർത്തകളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്ന്. വിഷയം പരിഹരിക്കാൻ സർക്കാർ ഇടപെടലിനും സാധ്യത തെളിഞ്ഞു. അതിനിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തനിക്ക് നഷ്ടപരിഹാരം ആവശ്യമില്ല, താൻ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ച വിഷയമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നു. CPIയുടെ സാധ്യതാ പട്ടിക പുറത്തുവന്നു. കോൺഗ്രസിൽ ആലപ്പുഴയിലും കണ്ണൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിനായി സമിതിയെ നിയോഗിച്ചു. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിന്മേൽ ചർച്ചകൾ തുടരുകയാണ്. BJPയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഉടൻ കടക്കും. കോൺഗ്രസിന്റെ മഹാജനസഭ അല്പസമയത്തിനകം സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ വിശദമായി പരിശോധിക്കുന്നു വരുന്ന ഒരു മണിക്കൂർ കൊണ്ട്. സ്വാഗതം. ആദ്യ വാർത്ത, പാട്ടിലെ വിവാദം. സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. നിർബന്ധിച്ച് കേരള ഗാനം എഴുതിപ്പിച്ച ശേഷം ഒഴിവാക്കിയെന്നാണ് ആരോപണം. K. സച്ചിദാനന്ദൻ അവസരം നോക്കിയിരുന്ന് അപമാനിച്ചുവെന്നാണ് പരാതി. ഗാനം യൂട്യൂബിലൂടെ പുറത്തുവിടുമെന്നും ഇനി അക്കാദമിക്ക് ഗാനം നൽകില്ല എന്നുമാണ് ശ്രീകുമാരൻ തമ്പിയുടെ നിലപാട്. എനിക്ക് എഴുതാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എഴുതിച്ചിട്ട് ശേഷം ആ പാട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടല്ലേ? ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണനെന്ന് സാഹിത്യ അക്കാദമി സ്ഥാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹരിനാരായണന്റെ പാടെടുത്തെങ്കിൽ ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണനാണെന്ന് കേരള സച്ചിദാനന്ദൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ശ്രീകുമാരൻ തമ്പിയെ ഇൻസൾട്ട് ചെയ്യുന്നു. അതായത് ശ്രീകുമാരൻ തമ്പി എഴുതിയത് ക്ലീശയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. അതല്ല ഇൻസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്നോട് ഇത് എഴുതാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അവസരം നോക്കിയിരുന്ന അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്തതാണ്. കാരണം അത് ബോധപൂർവമാണ്. അവർ സൃഷ്ടിച്ച ട്രാപ്പിൽ ഞാൻ വീണു. അതെന്റെ നന്മയാണ്. എന്നാൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് K. സച്ചിദാനന്ദന്റെ പ്രതികരണം. 3 പേരുടെ വരികളാണ് പരിഗണനയിലുള്ളത്. നിലവിൽ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണന്റെ വരികളാണെന്നും K. സച്ചിദാനന്ദൻ പറഞ്ഞു. ശ്രീകുമാരൻ നമ്മൾ പറഞ്ഞു കഴിച്ചാണ്. അപ്പോൾ അത് പരിഗണിക്കാതെ വയ്യ. അതോടൊപ്പം തന്നെ വന്ന പാട്ടുകളിൽ ചിലതുണ്ട്, അത് ചിലത് കൂടുതൽ കമ്മിറ്റിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിൽ 2-3 എണ്ണത്തിന്, അതിൽ തിരഞ്ഞെടുത്ത 2-3 എണ്ണത്തിന് നമ്മൾ മ്യൂസിക് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഫൈനലായിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടില്ല. ഫൈനലായിട്ടുള്ള റിജക്ഷൻ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. ഹരിനാരായണൻ്റെ പാട്ടും വന്നിട്ടുണ്ട്. ഹരിനാരായണൻ്റെ പാട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പാട്ടുകളിൽ ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ കമ്മിറ്റിക്ക് കൂടുതൽ സമ്മതമായിട്ട് തോന്നിയിട്ടുള്ളത് ആ പാട്ടാണ്. പക്ഷെ അതും തിരഞ്ഞെടുത്തിട്ടില്ല. അത് ഇനി ഈ മ്യൂസിക് കൊടുത്ത ശേഷം മാത്രം ഈ ഏതാണോ അംഗീകരിക്കുന്നത്, ഇപ്പോൾ കമ്മിറ്റി ഒന്നിച്ച് അംഗീകരിക്കുന്നത്. സർക്കാരിന്റെ അംഗീകാരത്തോടെ മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നാണ് അക്കാദമി സെക്രട്ടറി CP അബൂബക്കറിന്റെ പ്രതികരണം. ഇത് ദീർഘകാലം നിലനിൽക്കേണ്ടുന്ന ഒരു ഗാനമാണ്. ആരുടെ ഗാനമായാലും അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കണം. അതിന് പറ്റിയൊരു ഗാനമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. കുറേ ഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സാറിനോടും ഗാനത്തിന് ആവശ്യപ്പെട്ടിരുന്നു, മറ്റു ചിലരോടും ഗാനത്തിന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ തീരുമാനം കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരികയും ചെയ്യും. നിലവിൽ ഒരു പാട്ടും സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇതിലൊരു മെമ്പർ സെക്രട്ടറി മാത്രമാണ്. അതിൻ്റെ ഒരു കണ്ടന്റ് പരിശോധിക്കുന്നതിനൊന്നും ഞാൻ ബാധ്യസ്ഥനല്ല. വിഷയം ഗൗരവതരമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. അദ്ദേഹം ഉന്നയിച്ച വിഷയം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചിട്ട് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല, അദ്ദേഹത്തെ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, വകുപ്പ് പ്രത്യേകിച്ച്. മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നിരന്തരം അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. PA ഗിരീഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഗിരീഷ്, തലമുതിർന്ന ഒരു കവിയാണ് ഗുരുതരമായ ആരോപണവുമായി സാഹിത്യ അക്കാദമിക്കെതിരെ രംഗത്തെത്തിയത്. ഇതേത് സാഹചര്യത്തിലാണ് എന്നൊക്കെയുള്ളത് അദ്ദേഹം വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് നിലവിൽ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നോ അദ്ദേഹത്തിന്റെ ഗാനം തള്ളിയിട്ടുണ്ടോ എന്നതിലൊക്കെ കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും പരിഗണനയിലാണ് എന്ന തരത്തിലേക്കല്ലേ അവരുടെ പ്രതികരണം വരുന്നത്?
അനുജ, ഈ വിഷയത്തിൽ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം അപൂർണമാണ്, മാത്രമല്ല അവ്യക്തവുമാണ്. നേരത്തെ ശ്രീകുമാരൻ തമ്പി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഗാനം എഴുതുന്നതിന് വേണ്ടി തന്നെ നിർബന്ധിച്ചു. ആദ്യ തവണ താൻ അത് നിരസിച്ചു. പിന്നീടും തന്നെ നിർബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി അല്ലാതെ മറ്റാരാണ് ഗാനം എഴുതുക എന്ന് തന്നെ നിർബന്ധിച്ച ശേഷം ഗാനം എഴുതിക്കുന്നു. ഇതിൽ ചില വരികൾ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. അത് മാറ്റി തിരികെ നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം നന്ദി എന്ന ഒരു സന്ദേശം മാത്രമാണ് തനിക്ക് ലഭിച്ചത്. പിന്നീട് ഇതേക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുമില്ല. പിന്നീട് പത്രങ്ങളിൽ കണ്ടിട്ടാണ് ഇത്തരത്തിൽ ഗാനങ്ങൾ ക്ഷണിക്കുന്നു എന്ന ആ ഒരു വാർത്ത താൻ കാണാനിടയായത്. തന്നെ കരുതിക്കൂട്ടി അപമാനിക്കുകയാണ് എന്നുള്ളതാണ് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ആരോപിക്കുന്നത്. ഏറ്റവും ഗുരുതരവും അതോടൊപ്പം തന്നെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഗൗരവമായ ചില ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം സാഹിത്യ അക്കാദമി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണോ സാഹിത്യ അക്കാദമി നടത്തേണ്ടത് എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തനിക്ക് നേരിട്ട മോശം അനുഭവം കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം കൂടി ഉയരുന്നത്. അതും ഏറ്റവും മുതിർന്ന ഒരു ഗാനരചയിതാവിൽ നിന്ന്, കേരളം മുഴുവൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി കാണുന്ന ഒരു ആളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുമ്പോൾ തീർച്ചയായും അതിനെ ഗൗരവത്തോടെ തന്നെ കേരള സമൂഹം വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇക്കാര്യത്തിൽ സാഹിത്യ അക്കാദമിക്ക് കൃത്യമായ ഒരു മറുപടി ഇക്കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഈ വിഷയം ഇപ്പോഴും, ഈ ഗാനം ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. കമ്മിറ്റിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെയാണ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയും വൈകിയെന്നോ അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയ ഒരു ഗാനരചയിതാവിൽ നിന്ന് നിർബന്ധിച്ച് ഗാനം ആവശ്യപ്പെട്ടതിന് ശേഷം എന്തുകൊണ്ട് പരിഗണിക്കാതിരുന്നു എന്നതിനോ ഒന്നും തന്നെ അദ്ദേഹം വ്യക്തമായ മറുപടി ഈ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുമില്ല. ഏതായാലും ഈ വിഷയം സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് എന്ന് തന്നെയാണ് സാംസ്കാരിക മന്ത്രിയുടെ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ഏത് തരത്തിലാകും ഇടപെടൽ ഉണ്ടാവുക? പ്രത്യേകിച്ച് ശ്രീകുമാരൻ തമ്പി കടുത്ത പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ഇനി സർക്കാരുമായോ അക്കാദമിയുമായോ സഹകരിക്കില്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അനുജ, ഒരു ഘട്ടത്തിൽ അദ്ദേഹം വളരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു. പിന്നീട് സർക്കാരുമായി താൻ നല്ല ബന്ധത്തിലാണ്, സർക്കാരുമായി ചർച്ച നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ മന്ത്രി ആവശ്യപ്പെട്ടാലും താൻ ഈ ഗാനം നൽകില്ല എന്ന് അദ്ദേഹം നിലപാട് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉറച്ച നിലപാടിൽ അദ്ദേഹം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഗൗരവമായ ചർച്ചയ്ക്ക് തന്നെയാണ് തയ്യാറെടുക്കുന്നത്, ഇടപെടലിന് തന്നെയാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി സാംസ്കാരിക മന്ത്രി തന്നെ നേരിട്ട് ശ്രീകുമാരൻ തമ്പിയുമായി ചർച്ച നടത്തും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹവുമായി ചർച്ച നടത്തും. അടുത്ത ദിവസം നാളെ നിയമസഭയുണ്ട്. നിയമസഭ ബജറ്റ് സമ്മേളനമാണ്. സ്വാഭാവികമായി ഇതിനൊക്കെ ശേഷമായിരിക്കും ഈ ഒരു ചർച്ച നടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതിനുശേഷം സാഹിത്യ അക്കാദമി ഭാരവാഹികളുമായി ചർച്ച നടത്തിയ ശേഷം ഇക്കാര്യത്തിൽ രമ്യമായ ഒരു പരിഹാരത്തിനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ഏതായാലും ശ്രീകുമാരൻ തമ്പിയെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന സൂചനകൾ വരുന്നുണ്ട്. കാരണം നേരത്തെ മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞത് അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവമുള്ളതാണ്. അത് സർക്കാർ ആ രീതിയിൽ തന്നെ പരിഹരിക്കും അല്ലെങ്കിൽ പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് സാംസ്കാരിക മന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിലുള്ള അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. സാഹിത്യ അക്കാദമിയുടെ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകും എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അനുജ, അതെ, അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മളുടെയും പ്രതീക്ഷ. അതിനിടെ സാഹിത്യ അക്കാദമിയുടെ നഷ്ടപരിഹാരം ആവശ്യമില്ല എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. പണമോ സാഹിത്യ അക്കാദമിയോ സച്ചിദാനന്ദൻ മാഷോ ആയിരുന്നില്ല തന്റെ പ്രതിഷേധത്തിന്റെ ലക്ഷ്യമെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കുന്നു. മിമിക്രിക്കാർക്കും സീരിയൽ സിനിമാ താരങ്ങൾക്കും ലക്ഷങ്ങളാണ് പരിപാടികൾക്ക് പ്രതിഫലമായി നൽകുന്നത്. എന്നാൽ സർക്കാരും സമൂഹവും കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും തന്റെ അനുഭവം മുൻനിർത്തി വെളിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിശദീകരിക്കുന്നു. വിനീത വി ജി വിവരങ്ങളുമായി. വിനീത, ഇന്നലെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിവിട്ട ആ വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കൂടി വളർന്ന് വലുതായിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു, പ്രതിഫലം നൽകും എന്നൊക്കെയുള്ളത് സച്ചിദാനന്ദൻ വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ പ്രതിഫലം എന്നതിനപ്പുറത്തേക്ക് താൻ ഉന്നയിക്കുന്ന വിഷയം, അതിലേക്ക് സർക്കാരും സമൂഹവും ശ്രദ്ധ തിരിക്കണം എന്നതാണോ ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത്?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് അനുജ. കാരണം തുടക്കം മുതൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കവികൾക്കും അതോടൊപ്പം തന്നെ സാഹിത്യകാരന്മാർക്കും ഒക്കെയുള്ള ഒരു വിവേചനമുണ്ട്. ആ വിവേചനത്തെ പുറത്തു കൊണ്ടുവരിക, അത് തന്റെ അനുഭവത്തിലൂടെ അതിനെ തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ സാഹിത്യ അക്കാദമി നൽകുന്ന നഷ്ടപരിഹാരം അത് തനിക്ക് വേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം നിരസിച്ചിരിക്കുകയാണ്. ഈ സമൂഹത്തിൽ സിനിമാ താരങ്ങൾക്കും സീരിയൽ താരങ്ങൾക്കും ഒപ്പം തന്നെ കലാകാരന്മാർക്കും ഒക്കെ വലിയ രീതിയിലേക്കുള്ള ഒരു പിന്തുണ, അതായത് അവർക്ക് പരിപാടികൾക്കൊക്കെ അവതരിപ്പിക്കാൻ പോകുമ്പോൾ 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെയാണ് ലഭിക്കുന്നത്. പക്ഷേ സാഹിത്യകാരന്മാർക്കോ അല്ലെങ്കിൽ കവികൾക്കോ ഒക്കെ അത്തരത്തിലേക്കുള്ള ഒരു പരിഗണന ലഭിക്കാതെ പോകുന്നു. അവർക്ക് ഒരു വലിയ വിവേചനം നേരിടുന്നുണ്ട്. ആ വിവേചനത്തെ സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായിരുന്നു തന്റെ പ്രതിഷേധത്തിന്റെ ലക്ഷ്യം, അല്ലാതെ അതൊരു നഷ്ടപരിഹാര തുകയല്ല തന്റെ പ്രതിഷേധത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം തന്നെ തന്റെ സുഹൃത്തിന് അയച്ച ഒരു കുറിപ്പാണ്. തന്റെ സുഹൃത്തിലൂടെയാണ് ആ കുറിപ്പ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ സാഹിത്യ സമ്പർക്കത്തിന്റെ വിശാല മേഖലകൾ തുറന്നു കാട്ടുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തെയും ഒപ്പം തന്നെ പ്രിയ കവി സച്ചിദാനന്ദൻ അടക്കമുള്ള അക്കാദമി ഭാരവാഹികളുടെ കഠിന പ്രയത്നത്തെയും ഒക്കെ തന്നെ ഞാൻ ആദരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ സർക്കാരും സമൂഹവും കവികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണം, അല്ലാതെ കേവലം നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് തന്റെ പ്രശ്നത്തെ പരിഹരിക്കുക എന്നത് മാത്രമല്ല ആ വിഷയമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നഷ്ടപരിഹാര തുകയല്ല ഇവിടുത്തെ പ്രശ്നം, കവികളോടുള്ള സമൂഹത്തിന്റെയും സർക്കാരിന്റെയും വിവേചനമാണ്. അതിലാണ് മാറ്റമുണ്ടാകേണ്ടതെന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ നിലപാട്. സാദിഖ് അലി തങ്ങൾ മുൻപ് നടത്തിയ ഒരു പ്രസ്താവന ഇന്ന് അത് വലിയ വിവാദമായി, അതിന്മേൽ ഒട്ടേറെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി അത് മാറുമ്പോൾ ആ വാർത്തയിലേക്കാണ് ഇനി. പ്രസ്താവന വിവാദത്തിൽ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ രാമക്ഷേത്ര പ്രസ്താവന സതുദ്ദേശത്തിലെന്ന് മുസ്ലിം ലീഗ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു. മഞ്ചേരിയിൽ സാദിഖ് അലി തങ്ങൾ നടത്തിയ പ്രസംഗം വിവാദമായതോടെയാണ് വിശദീകരണം. ലീഗ് അണികളെ നേതാക്കൾ മണ്ടന്മാരാക്കുകയാണെന്ന് INL കുറ്റപ്പെടുത്തി. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഈ വാക്കുകളാണ് വിവാദമായത്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ RSS അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന വിമർശനവുമായി ഇന്ത്യൻ നാഷണൽ ലീഗ് രംഗത്ത് വന്നു. ആ നിലപാട് മുസ്ലിം വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെയും മതനിരപേക്ഷ വിശ്വാസികളുടെയും നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. പ്രസംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ആര് പറഞ്ഞു? ഞാനോ പറഞ്ഞില്ലല്ലോ. സോഷ്യൽ മീഡിയയിലടക്കം വിമർശനം ശക്തമായതോടെ വിശദീകരണവുമായി ലീഗ് നേതൃത്വം എത്തി. അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി BJP നോക്കുകയാണ്. ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശിഹാബ് തങ്ങളെടുത്ത മാതൃക അത് നമ്മളും തുടരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ സാരം. തങ്ങളുടെ പ്രസംഗം കൂടുതൽ വിവാദമാക്കേണ്ടെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളത്. 24 മലപ്പുറം. അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. അതിപ്പോൾ വിവാദമായി മാറുമ്പോൾ INL അതിരൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തുന്നുണ്ട്. ലീഗ് നേതാക്കളുടെ പ്രതികരണം എന്ത്, അണികൾക്കിതിൽ ഭിന്ന അഭിപ്രായമുണ്ട് എന്നൊക്കെ അവർ വ്യക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവന താൻ നടത്തിയിട്ടില്ല എന്നൊരൊറ്റ വരിയിൽ ഒതുക്കുകയാണ് സാദിഖ് അലി തങ്ങൾ. പക്ഷേ ആ പ്രസ്താവന ഇപ്പോൾ ജനമധ്യത്തിൽ ഉണ്ട് താനും. ഇതേത് തരത്തിൽ വിശദീകരിക്കുകയാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ? അനുജ, ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വരുന്നത്. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് INL ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയെ വിവാദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും ഇത്തരത്തിലൊരു പ്രസ്താവന താൻ നടത്തിയില്ല എന്നൊരു
നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയല്ല താൻ പറഞ്ഞത്, അത് ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തങ്ങളെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം രംഗത്ത് വരുന്നൊരു സാഹചര്യവും ഇന്നുണ്ടായി. PK കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. അതായത് തങ്ങൾ നടത്തിയത് മുൻകാലങ്ങളിൽ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാട് എന്താണോ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ, അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അതേപോലുള്ള നിലപാട് തന്നെയാണ് ഇത്തവണയും ഉണ്ടായത്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ലീഗ് ഒരിക്കലും തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. എന്തായാലും ആ നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം എന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗ് അണികളെ ലീഗ് നേതൃത്വം മണ്ടന്മാരാക്കുന്നു എന്ന വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് INL രംഗത്തെത്തുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിനുള്ളിലെ വോട്ട് അത് ഭിന്നിപ്പുണ്ടാക്കി INLിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഇക്കാര്യത്തിൽ INLിനുണ്ട് എന്ന് വേണം പറയാൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ലീഗ് നേതൃത്വം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ ആയിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ അണികൾ, അതായത് മുസ്ലിം ലീഗിന്റെ സാധാരണപ്പെട്ട പ്രവർത്തകർക്കിടയിൽ ഇതിൽ വലിയ തോതിലുള്ളൊരു അമർഷമുണ്ടായിട്ടുണ്ട്. അവരെ എങ്ങനെ ഏത് വിധേന തണുപ്പിക്കാൻ കഴിയും, ആ അമർഷത്തെ എങ്ങനെ ശമിപ്പിക്കാൻ കഴിയുമെന്നൊരു ആലോചനയിലാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വമുള്ളത്. സംസ്ഥാന നേതൃത്വം ഇന്ന് രാവിലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PMA സലാം, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മലപ്പുറത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നിരുന്നു. ആ വിഷയം സംസാരിച്ചിരുന്നു. അത് വലിയ തോതിലുള്ള ഒരു വിവാദമാക്കേണ്ട, പൊതു വേദിയിൽ ചർച്ചയാക്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം എത്തിയതെങ്കിലും ഈ പ്രവർത്തകർക്കിടയിലുണ്ടായ അമർഷം അതിനെ എങ്ങനെ ശമിപ്പിക്കാൻ കഴിയുമെന്നൊരു ആലോചന ലീഗ് നേതൃത്വത്തിനുണ്ട്. അതിലൊരു വിഷമവൃത്തത്തിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വമുള്ളത്. അനുജ, അരുൺ, ഇതിൽ ഈ വിഷയത്തിൽ നമുക്കറിയാം, പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് ലീഗിന്റെ മുഖപത്രത്തിൽ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം പോലും ഇല്ലാതിരുന്നത് അതും വലിയ വിമർശനത്തിന് വഴിവെച്ച ഒന്നാണ്. അതിന് തൊട്ട് പിറകെയാണ് ഇങ്ങനെ ഒരു പരാമർശം സാദിഖ് അലി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ ഒരു വിഷയമായി ഇതിന് ലീഗ് നേതൃത്വം കാണുമെന്ന് നമ്മൾ കണക്കാക്കണമോ, അതോ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിനി വലിയ വിവാദമാക്കേണ്ടതില്ല, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന തരത്തിലേക്ക് പോകുമോ? അതായത് പുറമെ മാധ്യമപ്രവർത്തകരോട് ഉൾപ്പെടെ ഇത് വലിയ തോതിലുള്ളൊരു വിവാദമാക്കേണ്ട സാഹചര്യമില്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ആവർത്തിച്ച് പറയുമ്പോഴും ലീഗ് നേതൃത്വത്തിനുള്ളിൽ ഈ കാര്യത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്ന് വേണം അനുജ മനസ്സിലാക്കാൻ. പ്രധാനമായും സാദിഖ് അലി തങ്ങൾ കുറച്ച് ലിബറലായി ഈ കാര്യങ്ങളെയൊക്കെ സമീപിക്കുന്നു എന്നൊരു വിമർശനം ലീഗ് നേതൃത്വത്തിനുള്ളിലെ തീവ്ര വിഭാഗത്തിന്, അതായത് ലീഗ് നേതൃത്വത്തിന് ഇപ്പോഴുമുണ്ട്. അത് തങ്ങൾക്ക് നേരെയുള്ള ഒരു രൂക്ഷ വിമർശനമായി ഇക്കാര്യത്തെയും അവർ ഏറ്റെടുക്കുമെന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയം ില്ല. വരുന്ന ഉന്നതാധികാര സമിതി യോഗത്തിലൊക്കെ ഇത് തങ്ങളെ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു വിമർശനത്തിന് ഇടയാക്കുമെന്നൊരു കാര്യത്തിലും ഒരു സംശയവുമില്ല. എന്തായാലും ഇത് തങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം ലീഗിനുള്ളിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ, അതായത് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം ആളുകൾ ഒരു ലക്ഷ്യത്തിലാണ്. ഈ അണികൾക്കുള്ള അമർഷം അതെങ്ങനെ ശമിപ്പിക്കാൻ കഴിയുമെന്നൊരു ആലോചനയിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വമുള്ളത്. അതാണ് ലീഗിനെ പ്രധാനമായും അസ്വസ്ഥരാക്കുന്നത്. കാരണം INL പോലുള്ള ഒരു സംഘടന അത് ലീഗിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിഷയം ഒരുപക്ഷെ CPM പോലും ഏറ്റെടുക്കുകയാണെങ്കിൽ, വരും ദിവസങ്ങളിൽ ഈ വിഷയം CPM ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നൊരു നിലപാടിൽ തന്നെയാണ്, അത്തരത്തിലുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വമുള്ളത്. എന്തായാലും സാദിഖ് അലി തങ്ങൾക്ക് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടാണുള്ളത് എന്ന് വേണം പറയാൻ അനുജ. ശരി, അതാണ് സാദിഖ് അലി തങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ രംഗത്തെത്തുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ ഭിന്നാഭിപ്രായമുണ്ട്. എങ്ങനെയാണ് അണികളെ, പ്രവർത്തകരെ ഈ വിഷയം മനസ്സിലാക്കാൻ കഴിയുക എന്നതിലൊക്കെയുള്ള ചർച്ചകളിലേക്ക് ഒരുപക്ഷെ നേതൃത്വം കടക്കാനുള്ള സാധ്യതകളുമുണ്ട്. നമ്മൾ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് വിവിധ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക്, പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകളിലേക്കും ഒക്കെ കടക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് ഇന്ന് സംഭവിച്ചത് എന്താണ് എന്നത് പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിന് മുന്നിൽ വഴിമുട്ടി UDF-ലെ സീറ്റ് വിഭജന ചർച്ച. നാളെ ചേരുന്ന UDF നേതൃയോഗത്തിൽ വിഷയം പരിഹരിക്കാമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ലീഗിന്റെ ആവശ്യത്തിൽ തെറ്റില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം. ഏറ്റവും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിൽ സജീവമാകാനായിരുന്നു UDF നീക്കം. ആ പ്രതീക്ഷകളാണ് മുസ്ലിം ലീഗ് 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നതോടെ വഴിമുട്ടിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രം 3ാം സീറ്റ് എന്നായിരുന്നു ലീഗിന്റെ ആദ്യ നിലപാട്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാൽ കണ്ണൂർ വേണമെന്നാണ് UDF യോഗത്തിൽ ലീഗ് നേതാക്കൾ അറിയിച്ചത്. ഇതോടെ ചർച്ചകൾ വഴിമുട്ടി.
അധിക സീറ്റ് എന്ന ആവശ്യം പരിഗണിക്കേണ്ട എന്നാണ് കോൺഗ്രസിനുള്ളിലെ തീരുമാനമെങ്കിലും ലീഗിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. 3-ാം സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്നായിരുന്നു കെ മുരളീധരൻ എംപിയുടെ അഭിപ്രായം. എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. 3-ാം സീറ്റ് ചോദിക്കാനുള്ള ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ്. ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷനെ ഫേസ് ചെയ്യും. ആവശ്യങ്ങളെല്ലാം UDF നേതൃയോഗത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നും തൽക്കാലം പരസ്യ പ്രതികരണമില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മീറ്റിങ്ങിൽ സീറ്റിൻ്റെ കാര്യം കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അത് നാളെ ബഡ്ജറ്റ് ഉണ്ടല്ലോ, നാളെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചർച്ച തുടരും. നാളെ രാവിലെ 11:30-നാണ് UDF നേതൃയോഗം. മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും സീറ്റ് വിഷയം ചർച്ചയാകും. 24 തിരുവനന്തപുരം. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 3 സീറ്റ് എന്നാവശ്യം, പക്ഷെ പിന്നീട് തങ്ങൾക്ക് 3 സീറ്റ് വേണമെന്നൊരു നിർബന്ധ ബുദ്ധിയിലേക്ക് എന്ന തരത്തിലേക്ക് ലീഗ് കടക്കുന്നു. ഇനിയിപ്പോൾ ഇതിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വരും ദിവസങ്ങളിലും അത് തുടരുമെന്നുള്ളതാണ് ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു. 3 സീറ്റിന്റെ കാര്യത്തിൽ ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഏറ്റവും ആദ്യം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിലേക്ക് കടക്കണമെന്നുള്ളതായിരുന്നു UDF നേതൃത്വത്തിന്റെ ആദ്യത്തെ തീരുമാനം. ആ തീരുമാനത്തിനേറ്റ ആദ്യത്തെ തിരിച്ചടിയാണ് മുസ്ലിം ലീഗ് ഈ കടുംപിടുത്തവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും കാര്യങ്ങളൊന്നും ഒരു പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് UDF നേതൃത്വത്തിന് ആകെ ഒരു ആശ്വാസം പകരുന്ന കാര്യം. കാരണം രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ സംസാരിക്കുന്നത്. മുസ്ലിം ലീഗിന് ആ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട്, അവർ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാട് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വവും സമാനമായി തന്നെ തങ്ങൾ ആവശ്യം UDF-ൽ അറിയിച്ചിട്ടുണ്ട്. അത് പരിഗണിച്ചാലും ഇല്ലെങ്കിലും തൽക്കാലം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനില്ല എന്നുള്ളൊരു നിലപാട് മുസ്ലിം ലീഗും സ്വീകരിക്കുന്നതോടെ പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അതേസമയം നാളെ നടക്കുന്ന UDF യോഗം, നേതൃയോഗം, അത് വളരെ നിർണായകവുമാണ്. ഈ നേതൃയോഗത്തിൽ കോൺഗ്രസ് ഈ സീറ്റ് നൽകില്ല എന്നൊരു നിലപാടെടുക്കുകയും മുസ്ലിം ലീഗ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ കാര്യങ്ങൾ കുറച്ച് കൈവിട്ടു പോകുന്ന സ്ഥിതി വരും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരസ്പരം പ്രശ്നങ്ങളില്ലാതെ പോകണമെന്ന് തന്നെയാണ് ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വയനാടും കണ്ണൂരും നൽകാൻ കഴിയില്ല എന്നുള്ളൊരു സാങ്കേതിക വശം കോൺഗ്രസ് ലീഗിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയും അത് ലീഗ് ആ തീരുമാനം അംഗീകരിക്കുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ 20 മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടക്കും. അതല്ലെങ്കിൽ അത് കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിലവിൽ വയനാട് സീറ്റ്, അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് ഉറപ്പായും മുസ്ലിം ലീഗിന് തരണമെന്നുള്ള ഒരു ഉറച്ച നിലപാടുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി വരുന്ന പക്ഷം മറ്റേതെങ്കിലും സീറ്റ് ചോദിക്കുമോ എന്നുള്ളത് ഇപ്പോൾ കണ്ണൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വടക്കൻ കേരളത്തിലെ മറ്റേതെങ്കിലും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റ് ആയാലും മതി എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു പക്ഷേ പിന്നോട്ട് പോകും. അതേസമയം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മുസ്ലിം ലീഗ് തന്നെ ഉറപ്പായും സ്ഥാനാർത്ഥിയെ നൽകണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വെക്കുകയും ചെയ്യും. അതിനിടയിൽ രാഹുൽ ഗാന്ധി അവിടേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്ന് കരുതുന്ന സ്ഥലമാണ് വയനാട്. അത് ലീഗിന് വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ധർമ്മസങ്കടം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരിക എന്നുള്ളത് വിജയസാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് അത് UDF-ന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി നിലവിൽ മാറിയിരിക്കുന്നു. എന്തായാലും ലീഗ് മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് കൊടുക്കുന്ന കാര്യത്തിലും ഈ നിലയിൽ ഒരു പ്രതിസന്ധിയുണ്ട്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിനുൾപ്പെടെ അവിടെ എതിർപ്പുണ്ട്. പക്ഷേ ആ എതിർപ്പൊക്കെ മറികടന്ന് അവിടേക്ക് പ്രചരണത്തിലേക്ക് സജീവമാകാൻ കോൺഗ്രസ് നേതൃത്വം തന്നെ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ജോസഫ് വിഭാഗത്തിനോട്. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു നിർദ്ദേശവും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അനുജ, ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യം ഏത് തരത്തിലാണ് UDF-ൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിന്റെ വിവരങ്ങളാണ് സലിം മാലിക് നൽകിയത്. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹാജനസഭ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടനം ചെയ്യും. സീറ്റ് വിഭജനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ UDF നേതൃയോഗം നാളെ ചേരും. അജീഷ് ജയകുമാർ മഹാസഭയുടെ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. അജീഷ്, തേക്കിൻകാട് മൈതാനിയിലാണ് യോഗം നടക്കാനിരിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തിലേറെ പ്രവർത്തകർ പങ്കെടുക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ആ തരത്തിലേക്കൊരു ജനബാഹുല്യമാണോ കാണാൻ കഴിയുന്നത്?
അനുജ, ഈ പരിപാടിയുടെ പേര് ജനസഭ എന്നാണ്. ആ കാഴ്ച തന്നെയാണ് തേക്കിൻകാട് മൈതാനിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേക്കിൻകാട് മൈതാനിയിൽ ഈ പരിപാടി നടക്കുന്ന വേദിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു മഹാസാഗരം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 25,177 ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും BLOമാരും ഉൾപ്പെടെയുള്ള വലിയ ഒരു കൂട്ടം പ്രവർത്തകർ തന്നെയാണ് ഈ തെക്കിൻകാട് മൈതാനിയിലേക്ക് അവരുടെ അധ്യക്ഷനെ കേൾക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇവിടെ ഒരുപാട് പ്രവർത്തകരുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? തിരുവനന്തപുരത്തിനവരാണ്. തിരുവനന്തപുരത്ത് ഏത്? നെയ്യാറ്റിൻകര എന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പരിപാടി കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഏത് കേട്ടില്ല. ഈ ഒരു പരിപാടി ഇപ്പൊ ഇത്രയും ആൾക്കൂട്ടം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? വലിയ ആവേശമാണോ? ഈ മഹാസാഗരം കാണുമ്പോൾ പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അത് കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ കാണിക്കുകയാണത്. അപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തകരുടെ ഊർജം, ഈ ആവേശം വർദ്ധിപ്പിക്കും ഈ പരിപാടി എന്ന കാര്യത്തിൽ ഉറപ്പാണ്? യാതൊരു സംശയമില്ല. തൃശ്ശൂരിൽ എത്ര വർഗീയത കൊണ്ട് തൃശ്ശൂരിൽ കളിച്ചാലും ആ വർഗീയതകളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ പുറംകാലം കൊണ്ട് തള്ളിക്കളയും. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇത്രയും ജനക്കൂട്ടം ഇവിടെ കാണാൻ കാരണം. ജനാധിപത്യം നശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ജനക്കൂട്ടം തൃശ്ശൂരിൽ ഇവിടെ കാണാൻ കാരണം. ഒരു കാരണവശാലും ഇവിടെ വർഗീയതയെ... ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്നാണ്. നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് എത്ര പേരുണ്ട്? ചേട്ടന്റെ സ്ഥലത്ത് നിന്ന് എത്ര പേരുണ്ട്? ഒരു 10-50 പേരുണ്ട്. 50 പേരുണ്ട്. അപ്പൊ ഇന്നലെ രാവിലെ പുറപ്പെട്ടു? രാവിലെ പുറപ്പെട്ടു. 9 ആൾക്കൂട്ടം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ആൾക്കൂട്ടം കാണുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കോൺഗ്രസ് അധികാരത്തിലെടുക്കുന്നത് യാതൊരു സംശയമില്ല. തീർച്ചയായും ഇതേ വികാരമാണ് ഈ പ്രവർത്തകരിൽ ഈ പരിപാടി ഉണ്ടാക്കുന്നത്. അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തകരെ സജ്ജമാക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയതുപോലെയുള്ള വലിയ വിജയം ഇത്തവണയും നേടുക. ഇതാണ് ഈ പരിപാടി കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ കേരളത്തിലെത്തിച്ച് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിൽ കഴിഞ്ഞ തവണ 19 സീറ്റ് നേടിയില്ലെങ്കിൽ ഇത്തവണ അവർ അത്ര തന്നെ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെതായ ഇപ്പോൾ നമ്മളൊരു... ചേട്ടാ, എവിടുന്നാ വരുന്നത്? ഞാൻ വരുന്നത് തിരുവില്ലാമലയിൽ നിന്ന്. തൃശ്ശൂർ തിരുവില്ലാമലയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷയിൽ നിന്ന് ഈ അടുത്ത ഭരണം മാറാൻ വേണ്ടി പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ സംഘടിക്കുന്നത്. അതിനുവേണ്ടി എങ്ങനെയെങ്കിലും മോദിയുടെ സർക്കാർ ഞങ്ങളിൽ നിന്നും മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഓരോ പ്രവർത്തകരുടെ... ചേട്ടാ, എവിടുന്നാ വരുന്നത്? ഞാൻ 24ന്റെ സംസ്ഥാന സമ്മേളനം നടന്ന കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഈ പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്, കോഴിക്കോട് അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നുണ്ട്. പ്രാദേശികമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ ബൂത്ത് തലത്തിൽ നിന്നുള്ള പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ അവർ ഈ അധ്യക്ഷന്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം തെക്കിൻകാട് മൈതാനത്തിൽ എത്തും. കഴിഞ്ഞ മാസം ഇതേ സമയം ജനുവരി 3-ന് ഇവിടെ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയാണ് നടന്നിരുന്നത്. അന്ന് പ്രധാനമന്ത്രി BJPയുടെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കൃത്യം ഒരു മാസത്തിന് ശേഷം കോൺഗ്രസിന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഇന്നിപ്പോൾ തെക്കിൻകാട് മൈതാനിയിൽ ആരംഭിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അല്പസമയത്തിനകം പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയായി തൃശൂരിൽ VS സുനിൽകുമാറിനെയും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയുമാണ് പരിഗണിക്കുന്നത്. വയനാട്ടിൽ ആനി രാജയ്ക്ക് സാധ്യതയുണ്ട്. മാവേലിക്കരയിൽ AIYF നേതാവ് CE അരുൺകുമാറാണ് പരിഗണനയിലുള്ളത്. ഈ മാസം 10-11 തീയതികളിൽ ചേർന്ന് സംസ്ഥാന കൗൺസിലിൽ അന്തിമ ധാരണയുണ്ടാക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, തൃശൂരിലൊക്കെ നേരത്തെ പറഞ്ഞു കേട്ട സാധ്യത ആ പേരിലേക്ക് തന്നെയാണ് ഇപ്പോൾ. ഇത് ദേശീയ കൗൺസിലുണ്ടായ തീരുമാനമാണ് എങ്കിൽ പോലും ആ അന്തിമ തീരുമാനമായിട്ടില്ല. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന തരത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയെ വിലയിരുത്തേണ്ടത്, സാധ്യതാ പട്ടികയെ വിലയിരുത്തേണ്ടത്? ഇതിൽ മുതിർന്ന നേതാക്കളുണ്ട്, ഒപ്പം തന്നെ യുവ നേതാവും ഒക്കെ ഇടം പിടിക്കുന്ന തരത്തിലേക്കൊരു സ്ഥാനാർത്ഥി പട്ടിക. അനുജ, 4 സീറ്റുകളിൽ കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങണം എന്നുള്ളത് മുൻപ് ചേർന്ന CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്ന തീരുമാനമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി പട്ടികയിലേക്കടക്കം വളരെ തിടുക്കപ്പെട്ട് നീങ്ങാൻ CPI തീരുമാനിച്ചത്. നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പട്ടിക, ആ പട്ടിക ഏതാണ്ട് അന്തിമ പട്ടികയും അതുതന്നെയാകും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും വയനാട്ടിലെ കാര്യമാണ് പറയാനുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കും. അങ്ങനെയാണെങ്കിൽ അത്രത്തോളം വലിയൊരു സ്ഥാനാർത്ഥിയെ, ഒരു കാൻഡിഡേറ്റിനെ അവിടെ ഇറക്കണമെന്ന് CPI
വിലയിരുത്തുന്നു. ആ സാഹചര്യത്തിലാണ് ആനി രാജ പല ഘടകങ്ങൾ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആനി രാജ എന്ന പേരിലേക്ക് CPI എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല അവിടെയും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായും അത് CPI സ്ഥലങ്ങളിൽ മേൽക്കൈ ഉണ്ടാക്കാൻ സഹായിക്കുമെന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന നിലവിൽ ഇപ്പോൾ CPI സംബന്ധിച്ചിട്ടുണ്ട്. രണ്ടാമത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് BJP അടക്കം അവസാന ലാപ്പിൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ ഇറക്കും എന്നുള്ള സൂചനകൾ ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ നേതാവായിരിക്കും അവിടെ. പക്ഷേ CPI പരീക്ഷിക്കുന്നത് പന്ന്യൻ രവീന്ദ്രനെയാണ്. കാരണം പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് വളരെ ജനകീയമായ മുഖമാണ്. അവിടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പന്ന്യനെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. കൂടാതെ പ്രാദേശിക തലത്തിൽ പന്ന്യനെതിരെ എതിർവികാരങ്ങളില്ല. ഇതടക്കമുള്ള ഘടകങ്ങളാണ് പന്ന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ള വിവരം പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. മൂന്നാമത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നേരത്തെ തന്നെ നമ്മൾ VS സുനിൽകുമാറിന്റെ പേര് വിവരങ്ങൾ കേട്ടതാണ്. തൃശ്ശൂരിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായും സുരേഷ് ഗോപിയാണ്. അപ്പോൾ അത്രത്തോളം ജനകീയ മുഖം എന്നതിനപ്പുറത്തേക്ക് പ്രാദേശികമായ ആളുകളെ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാവുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ VS സുനിൽകുമാറിനെ തീരുമാനിക്കും അല്ലെങ്കിൽ അന്തിമ പട്ടികയിൽ തീരുമാനിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല കരൂരിനടക്കം വിവിധ വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ചയാകുമ്പോൾ അതിനെ വാക്കുകൊണ്ട് പ്രതിരോധിച്ചൊതുക്കാനുള്ള ശേഷിയുള്ളൊരു നേതാവിനെ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു CPIയിൽ ഉയർന്ന ആവശ്യം. ആ ഒരു ധാരണപ്പുറത്താണ് ഇപ്പോൾ സുനിൽകുമാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. മാവേലിക്കരയിൽ നേരത്തെ തന്നെ ഉയർന്നു കേട്ടൊരു പേര് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ വരും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ പേരിലേക്ക് പോകണ്ട, പകരം AIF നേതാവായിട്ടുള്ള അരുൺകുമാറിലേക്ക് കാര്യങ്ങൾ വരുന്നത് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്, ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യമാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാർട്ടി തീരുമാനിച്ചതെന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് 10നും 11നും ചേരുന്ന സംസ്ഥാന യോഗങ്ങളിലായിരിക്കും, സംസ്ഥാന നേതൃയോഗങ്ങളിലായിരിക്കും. CPIഎമ്മിന്റെയും സംസ്ഥാന നേതൃയോഗങ്ങൾ 10ഉം 11ഉം ഒക്കെ കേന്ദ്രീകരിച്ച് ആരംഭിക്കും. അനുജ, അതെ, 10, 11 തീയതികളിൽ സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുമ്പോൾ CPIയുടെ സ്ഥാനാർത്ഥികൾ ആര് എന്നതിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ഉടൻ തന്നെ അതിൽ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ആറ്റിങ്ങലിൽ V മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട്ട് C കൃഷ്ണകുമാറും NDA സ്ഥാനാർത്ഥികളാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. മറ്റ് മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും പാലക്കാട് ചേരുന്ന BJP ഇൻചാർജുമാരുടെ യോഗത്തിൽ ധാരണയായി. BJP ദേശീയ കൗൺസിലിന് മുൻപ് 6 or 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ PC ജോർജോ ഷോൺ ജോർജോ സ്ഥാനാർത്ഥിയാകും. BDJSന് 3 സീറ്റ് നൽകാനും തീരുമാനമായി. LDFനും UDFനും ഒരു മുഴം മുമ്പേ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാകാനാണ് BJP തീരുമാനം. 17, 18 തീയതികളിൽ ദേശീയ കൗൺസിൽ ചേരുന്നതിന് മുമ്പ് 6 or 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. ആറ്റിങ്ങലിൽ V മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് C കൃഷ്ണകുമാറും സീറ്റ് ഉറപ്പിച്ചു. കുമ്മനം രാജശേഖരന്റെ പേര് സജീവമായി പരിഗണിച്ചിരുന്ന പത്തനംതിട്ടയിൽ PC ജോർജിനോ മകൻ ഷോൺ ജോർജിനോ നറുക്കുവീഴും. വയനാട് രാഹുൽ ഗാന്ധിയെങ്കിൽ BJP സംസ്ഥാനത്തെ കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ എന്നീ പേരുകളാണ് പരിഗണനയിൽ. വടകര MT രമേശ്, പ്രഫുൽ കൃഷ്ണൻ, കോഴിക്കോട് ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, MT രമേശ്, കാസർഗോഡ് PK കൃഷ്ണദാസ്, പ്രകാശ് ബാബു, മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ML അശ്വിനി എന്നിവരെ പരിഗണിക്കുന്നു. കണ്ണൂരിൽ കോൺഗ്രസിൽ നിന്നെത്തിയ C രഘുനാഥ്, പ്രകാശ് ബാബു എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. മലപ്പുറം AP അബ്ദുള്ളക്കുട്ടി, പൊന്നാനി പ്രഫുൽ കൃഷ്ണൻ, നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടിയിൽ മേജർ രവി, AN രാധാകൃഷ്ണൻ, B ഗോപാലകൃഷ്ണൻ, ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, എറണാകുളത്ത് അനിൽ ആന്റണി, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ എന്നിവരാണ് പട്ടികയിൽ. തിരുവനന്തപുരത്ത് അവസാന നിമിഷം വരെ സസ്പെൻസ് തുടരാനാണ് സാധ്യത. രാജീവ് ചന്ദ്രശേഖരൻ, നിർമ്മല സീതാരാമൻ മുതൽ VV രാജേഷിന്റെ വരെ പേരുകൾ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നു. കോട്ടയം സീറ്റ് BDJSന് നൽകും. BDJSന്റെ പക്കലുണ്ടായിരുന്ന മാവേലിക്കര മണ്ഡലത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപന് സാധ്യത കൽപ്പിക്കുന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കോട്ടയത്ത് LDF സീറ്റിൽ വീണ്ടും തോമസ് ചാഴികാടൻ തന്നെ മത്സരിച്ചേക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് തോമസ് ചാഴികാടൻ 24നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃയോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. MP എന്ന നിലയിലെ പ്രകടനം തന്നെയാണ് തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസും വീണ്ടും പരിഗണിക്കാനുള്ള കാരണം. നിലവിൽ മറ്റു നേതാക്കളുടെ പേരുകളൊന്നും തന്നെ ചർച്ചയിലില്ല. സ്ഥാനാർത്ഥിയാകാൻ നേതാക്കളാരും അവകാശവാദവും ഉന്നയിക്കാത്തതിനാൽ ചാഴിക്കാടന് തന്നെ ഒരവസരം കൂടി നൽകിയേക്കുമെന്നാണ് വിവരം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് ചാഴിക്കാടനും 24നോട് പറഞ്ഞു. പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുന്നണിയും പാർട്ടിയുമാണ് സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ബാക്കി നടപടികളിലേക്ക് പോകും. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം
കേരള കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. LDFിലെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജോസ് കെ മാണി നടത്തും. അതേസമയം കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ജോസഫ് വിഭാഗം നാളെ ഹൈപ്പവർ കമ്മിറ്റി ചേരും. UDFുമായുള്ള സീറ്റ് ചർച്ചകൾക്ക് ശേഷമാവും തിരുവനന്തപുരത്ത് ഹൈപ്പവർ കമ്മിറ്റി ചേരുക. ഇതിനുശേഷം PJ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ തോമസ് ചാഴിക്കാടനിലേക്ക് ഒതുങ്ങുമ്പോൾ തർക്കത്തിനൊടുവിൽ ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തി നിൽക്കുകയാണ് ജോസഫ് വിഭാഗം. എന്തായാലും കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. കണ്ണൂരിൽ ഒഴികെ സിറ്റിംഗ് MP മാർ മത്സരിക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിർദ്ദേശം. ആലപ്പുഴയിലും കണ്ണൂരിലും സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി ഉപസമിതിയെ വയ്ക്കും. കെ സുധാകരൻ, VD സതീശൻ, MM ഹസൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് സമിതിയിലുള്ളത്. മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ യോഗത്തിൽ ആവർത്തിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, അതായത് കണ്ണൂരിലും ആലപ്പുഴയിലും ഒരുപക്ഷെ പുതുമുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. കണ്ണൂരിൽ എന്തായാലും കെ സുധാകരൻ ഉണ്ടാകില്ല. ആലപ്പുഴയിൽ എന്താകും? അതിനാണിപ്പോൾ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏത് തരത്തിലേക്ക് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 18 സീറ്റുകളാണ് UDFിലുള്ളത്. ഇതിൽ കോൺഗ്രസിന് 15 സീറ്റുകളുണ്ട്. ഈ 15 സീറ്റുകളിൽ കണ്ണൂരും ആലപ്പുഴയും ഒഴികെ ബാക്കിയുള്ള എല്ലാ സീറ്റുകളിലും നിലവിലുള്ള സിറ്റിംഗ് MP മാർ തന്നെ മത്സരിക്കട്ടെ എന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യമേ അങ്ങനെ ഒരു നിർദ്ദേശമായിരുന്നു ഉയർന്നു വന്നത്. എന്നാൽ ഇതിൽ ഒരു വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞത് മാവേലിക്കര MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹം തനിക്ക് അവിടെ വീണ്ടും മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയല്ല, താല്പര്യമില്ല എന്നാണ് ആദ്യം അറിയിച്ചത്. എന്നാൽ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് നിലവിലുള്ള എല്ലാ സിറ്റിംഗ് MP മാരും മത്സരിക്കണമെന്ന് നേതാക്കൾ. ശരി, കണ്ണൂരിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥി നിർണയത്തിനായി ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു കോൺഗ്രസ്. ആ സമിതിയാകും ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ആ പ്രഖ്യാപനം ഉണ്ടാവുക. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്, ഇനി മലപ്പുറത്തുണ്ടായൊരു സംഭവത്തിലേക്കാണ്. മലപ്പുറം കുറ്റിപ്പുറത്ത് പൂച്ചമാംസം പച്ചയ്ക്ക് കഴിച്ച യുവാവ് പട്ടിണി മൂലമാണ് പൂച്ചയെ കഴിച്ചത് എന്നാണ് അസം സ്വദേശിയായ യുവാവ് നൽകിയ മൊഴി. പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ച ശേഷം കാണാതായ യുവാവിനെ പിന്നീട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തി. മാനസിക പ്രശ്നങ്ങൾ പ്രകടമാക്കിയതോടെ ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, വിചിത്രമായൊരു സംഭവമാണ്. ഇതിപ്പോൾ ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന തരത്തിലേക്കാണോ, ആ നിഗമനത്തിലേക്കാണോ എത്തിച്ചേരുന്നത്? അനുജ, അസം സ്വദേശിയായ യുവാവിന് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ ഒരു ഭാഗത്ത്, അതായത് ഈ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഭാഗത്ത് തന്നെയാണ് യുവാവ് കയ്യിലുള്ള ഒരു പൊതി തുറന്ന് അതിലുള്ള മാംസം ഭക്ഷിച്ചത്. ദുർഗന്ധം പുറത്തേക്ക് വന്നതോടുകൂടി നാട്ടുകാരും അതുപോലെ തന്നെ വ്യാപാരികളും ഒക്കെ ഈ യുവാവിന്റെ ചുറ്റും കൂടി പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ചത്ത പൂച്ചയാണ് എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി മാംസം ദൂരേക്ക് വലിച്ചെറിയുകയും തുടർന്ന് യുവാവിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ 4 ദിവസമായി താൻ ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണിയാണ് എന്നൊരു മറുപടി പോലീസിന് ലഭിച്ചത്. ഇതിനെ തുടർന്ന് പഴവും ഷവർമയും ഉൾപ്പെടെയുള്ളവ പോലീസ് യുവാവിന് വാങ്ങി നൽകി. ഇത് ആർത്തിയോടെ കഴിച്ച യുവാവ്, പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് ആർത്തിയോടെ കഴിച്ച യുവാവ് പിന്നീട് ആൾക്കൂട്ടത്തിനിടയിൽ അപ്രത്യക്ഷനായി. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ യുവാവിന് വേണ്ടിയുള്ള തെരച്ചിൽ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും നടത്തുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോട് കൂടി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൃത്തിഹീനമായ സാഹചര്യത്തിൽ യുവാവിനെ കണ്ടെത്തി. ഇതിനുശേഷം യുവാവിനെ കുളിപ്പിക്കുകയും ഭക്ഷണവും വസ്ത്രവും വാങ്ങി നൽകുകയും ചെയ്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ്, മൊഴിയെടുക്കലിലാണ് ഈ യുവാവിന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. ഇതിനെ തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് യുവാവിനെ മാറ്റിയിട്ടുണ്ട്. അനുജ, കുറ്റിപ്പുറത്ത് പൂച്ചമാംസം ഭക്ഷിച്ച യുവാവിനെയാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. തണ്ണീർക്കൊമ്പൻ വിഷയത്തിൽ കർണാടക വനം വകുപ്പിന് ഗുരുതര വീഴ്ച. ആന കേരള അതിർത്തിയിലേക്ക് കടന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചില്ല. റേഡിയോ കോളർ സിഗ്നൽ വിവരങ്ങൾ ലഭിക്കാത്തതും ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് തിരിച്ചടിയായി. പെല്ലറ്റ് ആക്രമണത്തിന് ആന വിധേയനായിട്ടുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി. ശരീരത്തിലെ ആഴത്തിലുള്ള മുറിവുകളും അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞതുമാണ് മരണകാരണം. ജനുവരി 16-നാണ് തണ്ണീർക്കൊമ്പനെ ഹാസനിൽ നിന്ന് പിടികൂടി മൂലഹള്ള ഭാഗത്ത് വിടുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച് അന്നു തന്നെ കാട്ടിൽ വിട്ടതായാണ് കർണാടക വനംവകുപ്പിന്റെ വിശദീകരണം. നാഗർഹോളെ വഴി തോൽപ്പെട്ടിയിലേക്ക് എത്തുകയും തുടർന്ന് തലപ്പുഴയിലൂടെ എടവകയിലേക്കും മാനന്തവാടി നഗരത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. എന്നാൽ ആന കേരളത്തിന്റെ വനാതിർത്തി കടന്ന വിവരം കർണാടക വനംവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല.
റേഡിയോ കോളർ വിവരങ്ങൾ കൈമാറാത്തതും ട്രാക്കിങ്ങിന് തിരിച്ചടിയായി. മാനന്തവാടിയിലേക്ക് ഇറങ്ങിയതിന്റെ തലേദിവസം തലപ്പുഴ ഭാഗത്തും അതിനു മുമ്പ് തിരുനെല്ലി സർവാണി ഭാഗത്തും ആനയെ കണ്ടതായുള്ള വിവരം വനം വകുപ്പിനെ നാട്ടുകാർ അറിയിച്ചിരുന്നു. ഈ സമയം സർവ്വസന്നാഹവും ഉപയോഗിച്ച് ആനയെ വനത്തിലേക്ക് തന്നെ തുരത്താൻ കഴിയാത്തതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഉദ്യോഗസ്ഥരും ഈ ആനയെ കുറിച്ച് മനസ്സിലാക്കാനോ അതിനെ തടയാനോ ശ്രമിക്കാതിരുന്നത് വലിയൊരു വീഴ്ചയായിട്ട് തന്നെ കണ്ടുവരും. ആന ഗുരുതരമായ രീതിയിൽ പെല്ലറ്റ് ആക്രമണത്തിന് വിധേയനായിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത്. കർണാടകയിലെ തോട്ടങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാകും ഈ സ്ഥിതി ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ. ശരീരത്തിനുള്ളിലെ പഴുപ്പ് ആഴമേറിയതാണ്. ഇത് പലയിടങ്ങളിലേക്കും പടർന്നിട്ടുമുണ്ട്. അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞതും മരണത്തിന് കാരണമായതായാണ് വിലയിരുത്തൽ. അതേസമയം തണ്ണീർക്കൊമ്പന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിദഗ്ധ സമിതി അടുത്ത ദിവസം തന്നെ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം. കർണാടക വനംവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. 24 വയനാട്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ധനമാനേജ്മെന്റിലെ പിടിപ്പുകേട് എന്നാണ് വിമർശനം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദീകരിച്ച് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിലാണ് പരാമർശം. ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാൾ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ലെന്നും കേന്ദ്രം ആവർത്തിച്ചു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഈ വിഷയത്തിൽ കേരളം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കേന്ദ്രം ഈ തരത്തിലേക്ക് ഒരു മറുപടി നൽകുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അനുജ, പൊതുവെ ഉയരുന്ന ഒരു ആരോപണമാണ് ഈ സംസ്ഥാന സർക്കാർ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പലതരത്തിലുള്ള ധൂർത്ത് നടത്തുന്നു എന്നുള്ള ആ വിമർശനങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ ഹർജിയിൽ, കേരള സർക്കാരിന്റെ ഹർജിയിൽ കേന്ദ്രം വിശദമായ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതായത് സാമ്പത്തിക സ്ഥിതി ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് കേരളത്തിന്റെ ധനവിനിയോഗത്തിൽ പിടിപ്പുകേടാണ് നടക്കുന്നത്. വലിയ രീതിയിൽ ഒരു മിസ്മാനേജ്മെന്റ് ഇതിൽ നടക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ല എന്ന നിലപാട് കൂടി കേന്ദ്രം ഈ വിശദ റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. കിഫ്ബിക്ക് ഒരു വരുമാന സ്രോതസ്സില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടുതൽ തുക കേരളത്തിന് നൽകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ ഈ കടമെടുക്കുന്ന ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നുള്ളതും കൂടി ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഹർജി മാസം 13 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ തവണ ഇതിൽ വാദം കേൾക്കുമ്പോൾ അറ്റോർണി ജനറൽ കേരളത്തിന്റെ വാദങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയെ അറിയിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്നടക്കം അറ്റോർണി ജനറൽ വാദിച്ചിരുന്നു. എന്നാൽ കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണം, ഇടക്കാല ആശ്വാസം നൽകണമെന്നടക്കം ഏറ്റവും മോശം ധനമാനേജ്മെന്റ് ആണ് കേരളത്തിന്റേത് എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം നൽകിയിട്ടുള്ളത്. സംസ്ഥാന ബജറ്റ് നാളെ. സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാകും ബജറ്റിൽ ഉണ്ടാവുക. ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേന്ദ്ര വിഹിതത്തിലെ കുറവ് മറികടക്കാൻ ബദൽ മാർഗങ്ങളാകും ബജറ്റിൽ പ്രധാനമായും ഇടം പിടിക്കുക. വരുമാന വർധനവിനായി അധിക വിഭവ സമാഹരണത്തിനാണ് നീക്കം. കേരളത്തിന് നികുതി വർദ്ധിപ്പിക്കാവുന്ന മേഖലകൾ പരിമിതമായതിനാൽ ഇതിനായി മറ്റ് മേഖലകളിലേക്ക് ബജറ്റ് നീങ്ങുമെന്നുറപ്പ്. ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാനിടയില്ല. നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടരും. വിഭവ സമാഹരണത്തിലുള്ള മാന്ത്രികവടി ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മാന്ത്രികവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മൊത്തം നാടിൻ്റെ ഇൻകം വർദ്ധിച്ചാൽ അതനുസരിച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ഇൻകം വർദ്ധിക്കും. അതിന് പറ്റുന്ന ചില മാന്ത്രികവടികളുണ്ടാവും. ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലേ പറ്റൂ. എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതങ്ങനെ ചെയ്യാവുന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഹരിത വാഹന നയം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. നികുതി കുടിശ്ശിക വരുത്തിയവരിൽ നിന്ന് ഇത് ഈടാക്കാൻ പുതിയ പദ്ധതികളുണ്ടാകും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA, റബ്ബർ കർഷകർക്ക് സഹായമായ പദ്ധതികൾ എന്നിവ ബജറ്റിൽ ഇടം നേടുമെന്നാണ് സൂചന. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെയും കെട്ടിട നിർമ്മാണ മേഖലയിലെയും മാന്ദ്യം നേരിടാനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. ഇതിനായി പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന.
ചെലവ് ചുരുക്കലിനായി കർശന നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. ഇതിനൊപ്പം സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനവും ബജറ്റിലുണ്ടാകും. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഇനി പത്തനംതിട്ട റാന്നിയിൽ പമ്പാ നദിയിൽ 3 പേർ ഒഴുക്കിൽപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? നമുക്ക് കടവിലാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടു എന്ന അല്പസമയം മുൻപാണ് അത്തരത്തിൽ ഒരു വിവരം ഫയർഫോഴ്സിന് ലഭിക്കുന്നത്. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതുശ്ശേരിമല സ്വദേശി അനിലും അതുപോലെ തന്നെ മകനും സഹോദരിയുടെ മകളും ആണ് ഒഴുക്കിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം. ഈ പ്രദേശത്ത് കാര്യമായി വെള്ളമില്ല, പക്ഷേ അടിയൊഴുക്കുള്ള മേഖലയാണ്. ചുഴി അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഉച്ചയോടുകൂടി കുളിക്കാൻ ഇറങ്ങിയതാണ് ഇവരെന്നൊരു പ്രാഥമികമായ വിവരം മാത്രമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും അടക്കം വലിയ തോതിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മരണപ്പെട്ടെങ്കിൽ ഒരുപക്ഷെ ഒഴുകി പോകാനുള്ള സാഹചര്യമൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ നേരമായി ഇവരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുള്ളത്. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ഇവിടെ തന്നെ പ്രദേശത്ത് തുടരുന്നുണ്ട്. റാന്നിയിലാണ് പമ്പാ നദിയിൽ 3 പേർ ഒഴുക്കിൽപ്പെട്ടത്. ചന്തക്കടവിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഫയർഫോഴ്സ് കഴിഞ്ഞ 1.5 മണിക്കൂറായി തെരച്ചിൽ നടത്തുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ചുള്ള NIT പ്രൊഫസറുടെ ഫേസ്ബുക്ക് കമന്റിൽ വിശദീകരണം തേടി ഡയറക്ടർ. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ വകുപ്പുതല നടപടിക്ക് സാധ്യതയുണ്ട്. അധ്യാപികയുടെ അഭിപ്രായം അപമാനകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിമർശിച്ചു. ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു കമന്റ് ഉണ്ടായത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്, അപലപനീയമാണ്. നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശാഭിമാന ബോധവും ശരിയായ ചരിത്രബോധവും പകർന്നു നൽകേണ്ടവരാണ് അധ്യാപകർ. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുക എന്നുള്ള പ്രവർത്തനം ഒരിക്കലും ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് തെറ്റായൊരു സന്ദേശമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കുമൊക്കെ നൽകുക. അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംഘർഷത്തെ തുടർന്ന് അടച്ച ക്യാമ്പസ് നാളെ വീണ്ടും തുറക്കും. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, MK രാഘവൻ MP ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്തുകൊണ്ട് NITയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. അത് വിമർശന വിധേയമാവുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണോ നടപടി? അനുജ, ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ കോളേജിന്റെ ഭാഗത്തു നിന്ന് NITയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഈ അധ്യാപികയോട് വിശദീകരണം. നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രകീർത്തിച്ചുള്ള ഫേസ്ബുക്ക് കമന്റിലാണ് ഇപ്പോൾ NIT പ്രൊഫസർ ഷൈജ ആണ്ടവനോട് വിശദീകരണം തേടിയിട്ടുള്ളത് ഡയറക്ടർ. ഇതിൽ MK രാഘവൻ MP ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു വിഷയത്തിൽ. മറ്റൊന്ന് വിദ്യാർത്ഥി സംഘടനകൾ KSU, SFI, MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അധ്യാപികയ്ക്കെതിരെ. ഇപ്പോൾ NIT ഡയറക്ടറുടെ ഇടപെടൽ ഉണ്ടാകുന്നു. അധ്യാപികയോട് വിശദീകരണം തേടി. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന് പരാതി. 18 പേർ പ്രതികളെന്ന് സൂചന. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതായും കണ്ടെത്തി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വളരെ ഗൗരവതരമായൊരു സംഭവമാണ്. ഇതിൽ സംഭവിച്ചത് എന്താണ്? ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? 18 പ്രതികൾ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആഴം വളരെ വലുതാണല്ലോ. 18 പ്രതികൾ എന്ന് പറഞ്ഞാൽ ഗൗരവതരമായ കേസ് തന്നെയാണ്. എന്തായാലും ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ പെൺകുട്ടിയെ ഒരാൾ പരിചയപ്പെടുന്നത്. എന്തായാലും 2022 ജൂൺ മാസത്തിലാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴി ഇയാൾ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇയാളുമായി അടുപ്പത്തിലാവുകയും പിന്നീട് നഗ്ന ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് സുഹൃത്തുക്കൾക്ക് കൈമാറി എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ 18ഓളം പേർ ചേർന്ന് പീഡിപ്പിച്ചു. വിവിധ ഘട്ടങ്ങളിലായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഒരു പരാതി സ്കൂൾ അധികൃതർ നൽകിയിരുന്നു. അങ്ങനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയ ഒരു കൗൺസിലിംഗിലാണ് ഇത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്താവുന്നത്. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോട് ഈ 18 പേരുടെയും പേര് വിവരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ഈ പെൺകുട്ടി കൗൺസിലിംഗിനിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മേഖലയിൽപ്പെട്ട ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായത്. എന്തായാലും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി V. അജിത് തന്നെയാണ് നേരിട്ട് ഈ കേസന്വേഷണം നടത്തുന്നത്. മുഴുവൻ ചില പ്രതികൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. മുഴുവൻ പ്രതികളും കസ്റ്റഡിയിലാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലാണ് +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന പരാതി ഉയർന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടു 18 പേർ പ്രതികളായുണ്ട് എന്ന വിവരം. ഇതിൽ 18 പേരും കസ്റ്റഡിയിലായി എന്ന സൂചനയും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്.
നമ്മൾ പരിശോധിച്ചത് ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ്. ഇനി ഇപ്പോൾ കിട്ടിയത് കാണാം. ഗോകുൽ രവിക്കൊപ്പം. നമസ്കാരം.